ഹലോ, ഗുഡ് മോർണിംഗ്. ഇതിൻ്റെ റോസാപ്പൂവാണ്, ചെടിയാണ് കേട്ടോ. ഒരുപാട് റോസ് പൂട്ടിരുന്നു, ഇപ്പോൾ ഒരുപാട് ഇടുന്നുണ്ട്. എല്ലാം പൂടുന്ന ഒരു റോസ് ചെടിയാണിത്. നല്ല രസം, കാണാൻ തന്നെ നല്ല രസമാണ്. ഫോട്ടോ വീണ്ടും കായ്ച്ചു തുടങ്ങി, ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപാട് പൂട്ടിരുന്നു, ഒക്കെ കൊഴിഞ്ഞു പോയി. ഏകദേശമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതാ ഒന്ന് ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. ഒന്ന് പടുത്ത് പറിച്ചു. ഇത് ജമന്തിയാണ്. ഞാൻ കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇത് റോസാണ്. ഇത് വയമ്പിൻ്റെ തൈയാണ്. ഒക്കെ മുളച്ച് വരുന്നേ ഉള്ളൂ. ഇത് വയമ്പ് ഇങ്ങനെ നട്ടതാണ്. ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വാങ്ങി കൊണ്ട് വന്നത്. ഉണ്ടായാൽ മതിയായിരുന്നു. വേറൊരു ജമന്തിയാണ്. ഇത് മുല്ലപ്പൂവിൻ്റെ ആണ്, കുറ്റിമുല്ലാണ് ഇട്ടത്. ഇത് ഞാൻ വേറെ ഇങ്ങനെ കമ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിടിച്ചിട്ടുണ്ട് കേട്ടോ, പൂ ഇട്ടായിരുന്നു. ഇത് ഓണത്തിന് പൂവ് കൊണ്ടുവന്നപ്പോൾ മല്ലിക അതിൻ്റെ വിത്ത് നട്ടു വയ്ക്കിയതാണ്. ഒന്ന് പിടിച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്, വിതറിയിട്ടുണ്ട്. വിത്ത് മുളയ്ക്കുന്നുണ്ട്. ഇത് ചീര വിത്തുകളാണ്. ഇനി കുറച്ചൊന്ന് വളർച്ചെത്തിയിട്ടാണ് മാറ്റി നടാൻ. ഒരു ഉള്ളി മുളച്ച് വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഉള്ളി. വെണ്ടയ്ക്ക തൈ മുളപ്പിക്കുന്നേ ഉള്ളൂ. അരൂതയാണ്. ഇതൊന്ന് ഇല ഒന്ന് തൊട്ടാൽ മതി, ഭയങ്കര സ്മെല്ലാണ്. കുട്ടികൾക്കൊക്കെ നല്ല അപസ്മാരത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞേക്കാം. ഇതിൽ നിന്ന് കമ്പ് പൊട്ടിച്ചുകൊണ്ടാണ് ഞാൻ വേറെ നട്ടിരിക്കുന്നത് ജമന്തി. ഇത് എന്തോ പറയാമെന്ന് എനിക്കറിയില്ല. അതൊരു നല്ലൊരു പൂവാണ്, നല്ല ഭംഗിയാണ്. ഞാനിങ്ങനെ ഇതിൽ നട്ടതാണ്. ഉണ്ടായിട്ടുണ്ട്, കാണാൻ തന്നെ ഒരുപാട് മുട്ടുണ്ടായിട്ടുണ്ട്. ഇതാണ് വേറൊരു ചെടി. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് നട്ടതാണ്. വെള്ള പൂവുണ്ടാവുന്ന നമ്പ്യാർ വട്ടമാണ്. ഇത് ഉണ്ടമുല്ലാണ്. ഒരുപാട് പൂവിട്ടായിരുന്നു. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് ഇപ്പോൾ തേത്ത് വന്ന് ഇനി കുറച്ച് കഴിയുമ്പോൾ പൂവിടും.